ഞങ്ങളിപ്പോൾ റീസെന്റ് ആയിട്ട് വാവയെ കണ്ട ഒരു മാറ്റമാണ് സെപ്പറേഷൻ ആൻസൈറ്റി. ഒരു 5 to 6 months വരെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. 7 month കഴിഞ്ഞ ശേഷം ഞാൻ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇല്ലാതെ വാവ ഇപ്പൊ ആരുടെ കയ്യിൽ നിൽക്കത്തേയില്ല. കുഞ്ഞുങ്ങളിൽ സെപ്പറേഷൻ ആൻസൈറ്റി വരുന്നത് അവരുടെ വളർച്ചയുടെ ഒരു ഘടകമാണ്. കുഞ്ഞാളുകളെ തിരിച്ചറിയാൻ തുടങ്ങി എന്നതിന് ലക്ഷണമാണിത്. ഈ പർട്ടിക്കുലർ ഫേസ് കഴിയുമ്പോൾ ഇത് തനിയെ മാറിക്കോളും. എന്നാലും ഈ ഫേസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ടിപ്സ് ഒക്കെ ഫോളോ ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ, ഷോർട്ട് ആൻഡ് സ്വീറ്റ് ഗുഡ് ബൈസ്. കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുമ്പോൾ കരയൊന്ന് പേടിച്ച് ഒളിച്ചു പോവാതിരിക്കുക. ഇത് കുഞ്ഞുങ്ങളിൽ നമ്മളുണ്ടാവുന്ന വിശ്വാസം ഇല്ലാതാകാൻ കാരണമാവും. രണ്ടാമത്, പെട്ടെന്നൊരു ദിവസം കുഞ്ഞിനെ തനിച്ചാകുന്നതിന് പകരം ചെറിയ രീതി നമുക്ക് വീട്ടിനകത്ത് തന്നെ ട്രെയിനിങ് കൊടുക്കാം. വാവ റൂമിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ റൂമിൽ നിന്ന് നമ്മൾ സംസാരിക്കുകയോ പാട്ട് പാടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാട്ടോ. മൂന്നാമത്, കണ്ണുപൊത്തി കളിക്കുന്നത് കുഞ്ഞുങ്ങളിൽ ഒബ്ജക്ട് പെർമനൻസ് എന്ന തിരിച്ചറിവ് ഉണ്ടാക്കാൻ സഹായിക്കും. അതായത് ഒരാളെ നമ്മൾ റിയൽ ആയിട്ട് കാണുന്നില്ലെങ്കിലും അവർ ഇല്ലാതാകുന്നില്ല എന്ന സത്യം കുഞ്ഞ് ഇതിലൂടെ മനസ്സിലാക്കും. നാലാമത്, നമ്മൾ അടുത്തില്ലാത്ത സമയത്ത് കുഞ്ഞിന് ഇഷ്ടമായിട്ടുള്ള ടോയ്സോ ബ്ലാങ്കറ്റോ അങ്ങനെ എന്തെങ്കിലും, അതായത് അവരുടെ കംഫർട്ട് ഒബ്ജക്റ്റ് അവരുടെ കൈ കൊടുക്കുക. പിന്നെ ആറാമത്, കുഞ്ഞിന് വിശപ്പോ ഉറക്കോ ഇങ്ങനെയുള്ള സമയത്ത് പിരിഞ്ഞു പോവാതെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ചില കുട്ടികൾ ആ സമയത്ത് വാശി പിടിച്ച് കരയാൻ ചാൻസസ് കൂടുതലാണ്. അറിയായിരിക്കുമല്ലോ, ഓരോ കുട്ടികളും ഓരോ ടൈപ്പാണ്. ഇതറിയാം, ഇതൊരു ഫേസ് ആണ്. പിന്നെ കുഞ്ഞിന് നമ്മളിൽ എത്ര പൂർണ്ണ വിശ്വാസം വരുന്നോ അതോടെ നമ്മൾ എന്തായാലും കാമായിട്ട് ഇരുന്നേ പറ്റും. അപ്പം അത്രേ ഉള്ളൂ. ബൈ.